Hello everyone, welcome to Jupiter Plus One Commerce and Humanities channel. It's me and Nafi. Yes. അപ്പോൾ നിങ്ങൾ പ്ലസ് വണ്ണിൽ ഏത് സ്ട്രീമാണ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആദ്യം കമൻറ്റ് ചെയ്യുക. കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പല ആളുകളും ഹ്യൂമാനിറ്റീസ് എടുക്കാൻ തീരുമാനിച്ച ആളുകളായിരിക്കും. അപ്പോൾ ഹ്യൂമാനിറ്റീസിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഓവർവ്യൂ എന്തൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എന്തൊക്കെയാണുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു ഓവർവ്യൂ സബ്ജക്റ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരൊക്കെ പ്ലസ് വണ്ണിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആരൊക്കെ പ്ലസ് വണ്ണിൽ ഹ്യൂമാനിറ്റീസിന് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടോ, ആരൊക്കെ അലോട്ട്മെന്റിൽ ഹ്യൂമാനിറ്റീസ് സ്കൂളുകൾ കൊടുത്തിട്ടുണ്ടോ, അവർക്കൊക്കെ എന്ത് ചെയ്യുക ഈ വീഡിയോ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ പ്ലസ് വണ്ണിൽ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണ് എടുക്കുന്നത്. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണോ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ പ്ലസ് വൺ എടുക്കുമ്പോൾ നമ്മൾ ഗ്രേഡിനേക്കാൾ കൂടുതൽ മാർക്കിനാണ് നമ്മൾ ശരിക്കും എന്ത് കൊടുക്കേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ SSLC വരെ എന്താ 10A+, 8A+, 7A+, 6A+ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ മാർക്കിന് കുറേ കൂടി ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അതായത് 90%, 95%, പിന്നെ അതേപോലെ 84%, 90% ശതമാനത്തിലും അതേപോലെ തന്നെ പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ട് മൊത്തം 1200 മാർക്ക് വരിക. ശ്രദ്ധിക്കണേ, പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടി കൂട്ടിച്ചേർത്തിട്ട് മൊത്തം 1200 നിങ്ങൾക്ക് എന്ത് വരിക, മാർക്ക് വരിക. ആ 1200 എത്ര മാർക്ക് കിട്ടിയതനുസരിച്ചാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക പിന്നെ ഹയർ സ്റ്റഡീസിനുള്ള അഡ്മിഷൻ കിട്ടുക. അപ്പോൾ ഒരു കുട്ടിക്ക് ഫുൾ A+ കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ശതമാനക്കണക്കാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് ഫുൾ A+ എന്ന് പറഞ്ഞാൽ 200 150 മാർക്കാണ് ഫുൾ A+. അപ്പോൾ ഒരു കുട്ടിക്ക് എല്ലാ വിഷയത്തിലും കറക്റ്റ് 150 മാർക്ക് കിട്ടിയാൽ ഫുൾ A+ കിട്ടും. പക്ഷേ ഒരു കുട്ടിക്ക് 5 വിഷയത്തിൽ 199 ഒരു വിഷയത്തിൽ 129 ആയാൽ 5A+ ഒരു A. പക്ഷേ ഫുൾ A+ കിട്ടിയ കുട്ടിയേക്കാൾ കൂടുതൽ ശതമാനം മാർക്ക് ഉണ്ടാവും 5A+ ഒരു A കിട്ടിയ കുട്ടിക്ക് ഉണ്ടാവും. അപ്പോൾ ശതമാനത്തിനാണ് ഈ പ്ലസ് വൺ പ്ലസ് ടു ഇമ്പോർട്ടൻസ് എന്നുള്ളൊരു കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പ്ലസ് വൺ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 6 സബ്ജക്റ്റ് ആയിരിക്കും. അതിലൊന്ന് ഇംഗ്ലീഷ്, രണ്ടാമത്തത് ലാംഗ്വേജ്. പിന്നെ ഹ്യൂമാനിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വെറൈറ്റി കോഴ്സുകൾ ഉള്ളത്, അതായത് ഇപ്പം ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ജോഗ്രഫി, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ എന്താണ് ഏറ്റവും കൂടുതൽ വെറൈറ്റി ഓഫ് സ്ട്രീമുകൾ ഉള്ളതാണ് ഇത് ഹ്യൂമാനിറ്റീസ്. അപ്പോൾ നിങ്ങൾ പ്ലസ് വൺ അലോട്ട്മെന്റ് കൊടുക്കാൻ പോയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ കോഴ്സ് കോമ്പിനേഷൻ ഉള്ളത് എവിടെയാണ്, ഹ്യൂമാനിറ്റീസിലാണ്. ഹ്യൂമാനിറ്റീസിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പഠിക്കാനുള്ള കോഴ്സ് കോമ്പിനേഷൻ പറഞ്ഞാൽ ഒന്ന് ഹിസ്റ്ററി ഉണ്ടാവും, പൊളിറ്റിക്സ് ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും, സോഷ്യോളജി, ഇംഗ്ലീഷ്, ലാംഗ്വേജ്. അല്ലെങ്കിൽ ഹിസ്റ്ററി ഉണ്ടാവും, പൊളിറ്റിക്സ് ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും, ജോഗ്രഫി, ഇംഗ്ലീഷ്, ലാംഗ്വേജ്. അല്ലെങ്കിൽ ഹിസ്റ്ററി ഉണ്ടാവും, പൊളിറ്റിക്സ് ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇംഗ്ലീഷ്, ലാംഗ്വേജ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ജിയോളജി, സോഷ്യൽ വർക്ക്, അങ്ങനെ ഒരുപാട് വേറെയും കോമ്പിനേഷൻസ് ഉണ്ട് കേട്ടോ. ഒരുവിധം കോമ്പിനേഷനിലൊക്കെ എന്തുണ്ട്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഒരു മെജോറിറ്റി കോമ്പിനേഷൻസിലും നമുക്ക് ഈ 3 സബ്ജക്റ്റ് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഒരു പ്ലസ് വണ്ണിൽ പാസ്സാവണമെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ എക്സാമിൽ 30% മാർക്ക് നിങ്ങൾ വാങ്ങിയിരിക്കണം. അതായത് ഇപ്പോൾ 80 ഹിസ്റ്ററി ഇപ്പോൾ 80 മാർക്കിനാണ് ഉണ്ടാവുക. 80ൽ 24 മാർക്ക് നിങ്ങൾ റിട്ടേൺ എക്സാം അഥവാ എഴുത്ത് പരീക്ഷയിൽ എഴുതി വാങ്ങിയാൽ മാത്രമേ നിങ്ങൾ പ്ലസ് വണ്ണിൽ പാസ്സാവുള്ളൂ. എന്ന് വെച്ചിട്ട് പ്ലസ് വൺ നിങ്ങൾ എക്സാമിൽ 24 കുറവാണ്, നിങ്ങൾ പ്ലസ് വണ്ണിൽ ഒരു കൊല്ലം കൂടി ഇരുത്തില്ല. നിങ്ങൾ ആ മാർക്ക് എവിടെ എഴുതിയെടുത്താൽ മതി, പ്ലസ് ടുവിൻ്റെ കൂടെ എഴുതിയെടുത്താലും മതി. അപ്പോൾ 30% മാർക്ക് നിങ്ങൾ റിട്ടേൺ എക്സാമിൽ എഴുതിയെടുക്കണം. 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ ഒരു കൊല്ലം 24. അതേപോലെ ചില വിഷയങ്ങളുണ്ട്, പ്രാക്ടിക്കലുള്ള വിഷയങ്ങൾ. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ജോഗ്രഫിയും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ എന്താണ്, പ്രാക്ടിക്കലുള്ള വിഷയങ്ങളാണ്. അത് 60 മാർക്കിനായിരിക്കും. അപ്പോൾ 60 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ നിങ്ങൾ 18 മാർക്കും എന്ത് ചെയ്യണം, നേടിയെടുക്കണം. അപ്പോൾ ജോഗ്രഫി, സ്റ്റാറ്റിസ്റ്റിക്സ്, അതേപോലെ ഹ്യൂമാനിറ്റീസിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന സ്ട്രീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റാണ്. പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 60ൽ 18 മാർക്കും നിങ്ങൾ നേടിയെടുക്കണം. ഇതൊരു കൊല്ലത്തേക്കാണ്. അടുത്ത കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യണം, 80ൽ 24 മാർക്ക് നേടിയെടുക്കണം. പക്ഷേ നിങ്ങൾക്ക് ഇതിലൊരു ചെറിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാം മലയാളത്തിലും ഇംഗ്ലീഷിനും എഴുതാം. അപ്പോൾ ചില കുട്ടികൾ മലയാളം മീഡിയം പഠിച്ച ആളുകളാണ്. അപ്പോൾ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മലയാളത്തിൽ എഴുതാം, നിങ്ങൾ ഇംഗ്ലീഷ് വേണം അതും എഴുതാം. പക്ഷേ എൻ്റെ പേഴ്സണൽ സജഷനിൽ നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ, അതായത് കേരളത്തിന് പുറത്തുള്ള അടിപൊളി യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നത് ബെറ്റർ. എന്ന് വെച്ചിട്ട് മലയാളത്തിൽ എഴുതാൻ പറ്റില്ല എന്നൊന്നുമില്ല. നിങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം മലയാളത്തിലും എഴുതാൻ പറ്റും, അതേപോലെ തന്നെ ഇംഗ്ലീഷിലും എഴുതാൻ പറ്റും. അപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിൻ്റെ എക്സാം എഴുതാൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ ഡബിൾ പാസ് എന്നൊരു സംഭവമുണ്ട്. എന്താണ് ഈ ഡബിൾ പാസ്? അതായത് ഞാൻ പറഞ്ഞുതരാം. ഹിസ്റ്ററിയിൽ നിങ്ങൾ 80ൽ 48 മാർക്ക് പ്ലസ് വണ്ണിൽ വാങ്ങി വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഹിസ്റ്ററിയിൽ പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് കൂടി പാസ്സായി. അതായത് 80ൽ 48 മാർക്കും 60ൽ 36 മാർക്കും നിങ്ങൾ പ്ലസ് വണ്ണിൽ വാങ്ങിയാൽ നിങ്ങൾ പ്ലസ് ടുവിലേക്ക് കൂടി ആ വിഷയം
പാസ്സായി. അതായത് 2 കൊല്ലത്തേക്കുള്ള പാസ് മാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ എഴുതിയെടുക്കാം? +1 എഴുതിയെടുക്കുക. അതായത് +1 80 +2 80 അടക്കം മൊത്തം 160 മാർക്കിന് റിട്ടേൺ എക്സാമാണ് ഹിസ്റ്ററി ഉണ്ടാവുക. പിന്നെ 40 മാർക്ക് സി മാർക്കും. ഈ 160-ൽ 48 മാർക്ക് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്തിൽ പാസ്സായി? +1ലും +2ലും കൂടി പാസ്സായി. നമ്മൾ ജസ്റ്റ് പാസ്സാകുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഡബിൾ പാസ് എന്ന സംഭവമുണ്ട്. അതായത് 80-ൽ 48 മാർക്കും 60-ൽ 36 മാർക്കും വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ +1ലും +2ലും പാസ്സായി. പക്ഷേ ജസ്റ്റ് പാസ്സായ പോരാ, നമ്മൾ മാക്സിമം അടിപൊളി മോർ ദാൻ 95% നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് നേടണം. ആ ഒരു ആഗ്രഹം നിങ്ങൾക്കില്ലേ? ജസ്റ്റ് പാസ്സായാൽ മതി. ജസ്റ്റ് പാസ്സായി മാത്രം പോരട്ടാ, നമ്മൾ നല്ല എഫേർട്ട് ഇട്ട് പഠിച്ച് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 60-ൽ 36 മാർക്ക് ഡബിൾ പാസ്സാണ്, 80-ൽ 48 മാർക്ക് ഡബിൾ പാസ് ആണ്. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പക്ഷെ അത് ആ ഒരു ഡബിൾ പാസ് ആവരുത് നിങ്ങളുടെ എയിം. നിങ്ങളുടെ എയിം എന്താവണം? ഫുൾ മാർക്ക് എന്നുള്ളതാണ് എയിം. ആ എയിമിന് നിങ്ങൾ എത്തിക്കാനായിട്ട് എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ച് ഉണ്ട്. +1 ഹ്യൂമാനിറ്റീസിൻ്റെ 3ാമത്തെ ബാച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. +1 ഹ്യൂമാനിറ്റീസിലെ കുട്ടികൾക്കായിട്ട് നമ്മൾ സൂപ്പർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സൂപ്പർ ബാച്ചിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് എനിക്ക് മെസ്സേജ് അയക്കട്ടോ. നമ്മുടെ എജ്യൂപോഡിൻ്റെ ബാച്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്യാഷ് കൊടുത്ത് ജോയിൻ ചെയ്യാം. അവിടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, PYQs ഉണ്ടാവും, നോട്ട് ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസിനുള്ള ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങളെ സഹായിക്കാൻ മെൻറ്റേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർന്നൊരു പരിപാടിയാണെന്ത് നമ്മൾ എജ്യൂപോഡിലെ സൂപ്പർ ബാച്ച് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള nafi.ejupod എന്ത് ചെയ്യുക? ഒന്ന് മെസ്സേജ് അയക്കട്ടോ. ഓക്കെ, യെസ്, ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് +1 ഹ്യൂമാനിറ്റീസിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. അപ്പോൾ മാർക്കിനാണ് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് 6 സബ്ജക്റ്റ് ഉണ്ടാവും. അതിൽ 80 മാർക്കിനും 60 മാർക്കിനും സബ്ജക്റ്റ് ഉണ്ടാവും. പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റാണ് അത്. 60 മാർക്കിനാണെങ്കിൽ അതിൽ 30% മാർക്ക്. 60 മാർക്കാണെങ്കിൽ 18 മാർക്കും, 80 മാർക്കാണ് 24 മാർക്കും എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? പാസ്സാവുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, നിങ്ങൾക്ക് മലയാളത്തിനും ഇംഗ്ലീഷിനും എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാം എഴുതാം. നിങ്ങൾ ഒരു കൊല്ലം തന്നെ നിങ്ങൾക്ക് ഒരു +1 തന്നെ നിങ്ങൾക്ക് +2ലേക്ക് കൂടിയുള്ള പാസ് മാർക്കും എഴുതിയെടുക്കാനുള്ള സ്ട്രീമും കൂടി ഇതിലുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാരണം +1 ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന, ഈ ഹ്യൂമാനിറ്റീസ് അല്ല കൊമേഴ്സ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുള്ള അപ്ഡേറ്റ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യും. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.